ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയാണ്. ഓക്കെ, ഇന്ന് 2006 എനിക്ക് ആർസിമിയുടെ ആദ്യമായി ഒരു വരുമാനം കിട്ടി 834 രൂപ. ഈ വരുമാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഒരു അത്ഭുതം തോന്നിയത്. പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല, കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആർസിമിൽ മെമ്പർഷിപ്പ് എടുത്തത് കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 2005 ഏപ്രിലോ മെയിലോ ആയിരിക്കും ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്തത്. അന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന രീതി ഇങ്ങനെയല്ല. ആ കിറ്റ് തരുമ്പോൾ അതിനകത്തൊരു ഫോം കിട്ടും. നമ്മളെ പണ്ട് മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു കൂപ്പൺ കിട്ടുമായിരുന്നു, ഇങ്ങനെ ഉരച്ച്, ഇല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഒരു കാർഡ് കിട്ടും. ആ കാർഡിനകത്തുള്ള പാസ്വേഡ്, ആ കാർഡ് നമ്മുടെ കയ്യിൽ വെക്കും. ആ പേപ്പർ കമ്പനിക്ക് അയച്ചു കൊടുക്കും. കമ്പനി കിട്ടി, കമ്പനിയാണത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സൈറ്റിലെ പേരൊക്കെ വരുന്നത്. ഞാൻ ആ പേരൊന്നും നോക്കിയിരുന്നില്ല. ഈ വരുമാനം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. ഞാൻ ഗോകുമാർ സാറിന് പറഞ്ഞു, സാറേ എനിക്ക് 834 രൂപ വരുമാനം കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഇതിന് വലിയ പുതുമയില്ല, എനിക്ക് 5 അക്കം കഴിഞ്ഞിരിക്കുന്നു, അതാ 10,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം. ഞാൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ആർസിമിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല, നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോഴും വിശ്വസിച്ചില്ല, ഇപ്പോഴും വിശ്വസിക്കില്ല, കാരണം ഇതൊരു പുതിയ കാര്യമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. അന്ന് വരെ ഓരോ മാസവും അദ്ദേഹത്തിന് കിട്ടിയ വരുമാനത്തിന്റെ കളർ സിറോക്സ് എന്നെ കാണിച്ചു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം 11,700 സംതിങ് ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. എനിക്ക് ഇത്രയേ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ആർസിമിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലേ അത് പഠിക്കാൻ പറ്റൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയനായി ആർസിമിന്റെ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഏകദേശം 34 പേരുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. അന്ന് ആ മീറ്റിംഗിൽ സംസാരിക്കാൻ അതിഥിയായി വന്നയാള് ഇന്ത്യൻ റെയിൽവേയിൽ ജോലിക്കാരനായിരുന്നു, 4th ക്ലാസ് എംപ്ലോയി, 11 മക്കളുള്ള വീട്ടിലെ 7ാമത്തെ ആള്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ആർസിമിന്റെ റോൾ ടീച്ചറാണ്. അദ്ദേഹത്തിന് ആർസിമിൽ കിട്ടിയ പൈസ കൊണ്ട് ഒരു കാറ് വാങ്ങിച്ച് ബോംബെയിൽ നിന്ന് കാർ ഓടിച്ചാണ് വന്നത്. ഈ പ്രായത്തിൽ വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ഡ്രൈവറെ വെച്ച് ഓടിച്ചാണ് വന്നത്. കാരണം ആർസിമിലൂടെ ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. പറഞ്ഞു കേട്ടാൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കാൻ കഴിയും കാണുമ്പോൾ. അതുകൊണ്ട് എനിക്കിത് കഴിഞ്ഞു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ബോംബെയിൽ നിന്ന് ഈ കാർ ഒരു ഡ്രൈവറെ വെച്ച് ഓടിച്ച് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി കൊള്ളാമല്ലോ. റെയിൽവേയിലെ ജോലി ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ആർസിമിൽ റോയൽ ടച്ചറായി വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം വീട്ടിലേക്ക് ആവശ്യമില്ലാത്തവരാരുമില്ല. ഉണ്ടോ? വീട്ടിലേക്ക് എക്സ്ട്രാ ഇൻകം വേണ്ടവർ എത്രവരുണ്ട്? ഇപ്പൊ കിട്ടുന്ന വരുമാനം പോരാ, കുറച്ചുകൂടെ വരുമാനം വേണമെന്ന് ആഗ്രഹമുള്ളവര് ദൈവത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്, ചോദിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ കേട്ടോ. ചിലര് മടിച്ച കൈ പൊക്കാതിരിക്കുകയാണ്. മടിയുള്ളവർക്ക്, ചോദിക്കാത്തവർക്ക് ദൈവം കൊടുക്കില്ല, ചോദിക്കുന്നവർക്കേ കൊടുക്കും. ഇഷ്ടം പോലെ പൈസയുണ്ട് ദൈവത്തിന്റെ കയ്യിൽ. ആരാണ് ചോദിക്കുന്നത് അവർക്ക് കൊടുക്കും. അപ്പൊ ഇതൊന്ന് അറിയണമെന്ന് വിചാരിച്ചു. പിന്നീട് കിട്ടുന്ന മീറ്റിങ്ങുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. 2006 ഞാനൊരു വലിയ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അന്നത്തെ സംസാരിക്കാൻ വന്ന അതിഥി, അദ്ദേഹം ആർസിമിലെ റൂബി അച്ചീവറാണ്. അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചണ്ഡീഗഡിലാണ് എൻ്റെ ഹോസ്പിറ്റൽ ക്ലിനിക്ക്. എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കൈപുണ്യമുണ്ട്. ഞാൻ ആരെ ചികിത്സിക്കാലും പെട്ടെന്ന് അതിന് ഫലം കിട്ടും. അതുകൊണ്ട് എൻ്റെ പേര് സുപ്രസിദ്ധമായി. ഡൽഹിയിൽ നിന്ന് പോലും മന്ത്രിമാർ വരെ അപ്പോയിന്റ്മെന്റ് എടുത്ത് എൻ്റെ അടുത്ത് വരാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ആർസ്യമാണ് ആ പ്രൊഫഷനേക്കാൾ ഏറ്റവും എന്താ പറയാ, നോബിൾ എന്ന് പറയും. നോബിൾ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും മലയാളത്തിൽ പറയാ, നോബിൾ എന്ന് പറഞ്ഞാൽ ഔന്നത്യമുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ഡോക്ടർക്ക് കമായി, ഡോക്ടറുടെ വരുമാനം അതിൽ അല്പം ശാപത്തിന്റെ അംശം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഒരു കൊച്ചിനൊരു പനി വരുന്ന, കലശലായ പനി വരുമ്പോൾ ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും കൂടെ വളരെ ആശങ്കയോടുകൂടി ഡോക്ടറെ അടുത്ത് വരും. ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയും, സാർ എൻ്റെ കൊച്ചിന് പനിയാണ്. ഡോക്ടർ പറയും, പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. അവർ വളരെ ആശങ്കയിലായിരിക്കും. ഡോക്ടറെ കൊച്ചിനെ പരിശോധിച്ച് മരുന്ന് കൊടുക്കും. മരുന്നൊക്കെ കൊണ്ട് അച്ഛനമ്മയും കൊണ്ട് കൊച്ചിനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകും. മരുന്ന് കൊടുക്കും. 3 ദിവസം കൊണ്ട് കൊച്ചിന്റെ പനിയൊക്കെ മാറി കൊച്ച് ഉത്സാഹത്തോടെ ഓടിക്കളിക്കാൻ തുടങ്ങും. അവർക്ക് സന്തോഷമാകും. അവരെന്ത് പറയും? കൊള്ളാം, ഡോക്ടറുടെ മരുന്ന് അടിപൊളി. അടുത്ത വീട്ടിലെ കൊച്ചിന് പനി വന്നിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് സുഖമായത്. നമ്മുടെ കൊച്ചിന് 3 ദിവസം കൊണ്ട് സുഖമായി. ഡോക്ടറുടെ മരുന്ന് ഉഷാറാണ്, നല്ല ഡോക്ടറാണ്. പിന്നെ എന്ത് പറയും?
എന്നാലും ആ പഹയൻ 250 രൂപ വാങ്ങിക്കണ്ടായിരുന്നു. പറയോ ഇല്ലയോ? പറയുമോ? പറയേലെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ പറഞ്ഞു പോകും. എന്തുകൊണ്ടാ? നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ശരിയല്ലേ? ഇന്ന് നിങ്ങൾ നോക്കൂ, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഏറ്റവും സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ. ആളുകൾ മുഴുവൻ പറയുന്നത്, ദൈവമേ അങ്ങോട്ടൊന്ന് പോകാൻ ഇടയുണ്ടാവരുതേ. ശരിയാണോ? ആർസ്യം